നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ തന്നെ രഘു വണ്ടിയുമായി വന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അച്ഛനത് വേണ്ടാന്ന് പറഞ്ഞല്ലോ. രഘുവേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോ വന്നാ മതിന്നല്ലേ അച്ഛൻ രഘുവേട്ടനോട് പറഞ്ഞത്. അത് മതിയല്ലോ അമ്പിളി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച ഹോസ്പിറ്റലിലെത്തും. അതിനുവേണ്ടി രഘു ജോലിയും മെനക്കെട്ട് വരേണ്ട കാര്യമുണ്ടോ? അതെ ചേച്ചി, എനിക്കിപ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനും അച്ഛനും പോയിട്ട് വരാം. അച്ഛൻ മഞ്ചാടിയും കൊണ്ട് കോളേജിൽ പോകുന്നുണ്ടോ? അത് അല്ലച്ചാ, മഞ്ചാടിയുടെ TCയുടെ കാര്യത്തിനോ മറ്റോ ആയിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. രഘുവിന്റെ അഭിപ്രായം കൂടി അറിയട്ടെ. ഇവിടത്തെ കോളേജില് ഈ വർഷം അഡ്മിഷൻ കിട്ടില്ല എന്ന് ഉറപ്പായില്ലേ? പിന്നെന്തിനാ ഇത്ര ധൃതി പിടിച്ച് TC വാങ്ങുന്നേ? എനിക്കെന്തായാലും ഹോസ്റ്റലിലൊന്ന് പോണച്ചാ. എന്റെ കുറച്ച് ബുക്സും ഡ്രസ്സും ഒക്കെ അവിടെ ഉണ്ട്, അതൊന്ന് എടുക്കണം. നീ അച്ഛനെ കഷ്ടപ്പെടുത്തൂല മഞ്ചാടി. അച്ഛൻ എന്ത് കഷ്ടപ്പാടാ? രഘുവേട്ടൻ വണ്ടിയായിട്ട് വരുമല്ലോ. ഹോസ്റ്റൽ റൂമിലെ സാധനങ്ങളൊക്കെ വാർഡൻ ആരെക്കൊണ്ടെങ്കിലും എടുപ്പിച്ചോളൂ. ശരി ശരി, എന്ന് ഇറങ്ങാം. വൈകി ഇറങ്ങിയാലേ നേരിട്ടുള്ള ബസ് മിസ്സാവും. ക്ഷീരോടെ അവള് മക്കൾക്ക് പാല് കൊടുക്കുക അച്ഛാ. വിളിക്കണോ? വേണ്ട വേണ്ട, ഞങ്ങൾ ഇറങ്ങിന്ന് അവളോട് പറഞ്ഞാ മതി. വാ മോളെ, ബാഗിൽ വെള്ളം വെച്ചോ? ആ, പോയിട്ട് വരാം ചേച്ചി. എത്ര കാലായിട്ട്